Next topic, updating the records in a binary file. How can we update? What is updation? Updation is the correction in the data which we have already furnished. So how is it done? Here f equal to open, already we are opening the file, then storing the records to a list, REC list. There is a name given for the list. R equal input int input, enter roll number to be updated. Then m equal int input, enter the correct marks. So we are correcting the marks which we have already furnished for particular roll number. While true, if the condition is true, in the try block, REC is equal to pickle dot load. We are loading the file. REC list dot append REC. That means REC list is the list in which we are entering all the records which we have already stored in rec. നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത റെക്കോർഡ്സിനെ ടെമ്പററി ആയിട്ട് ഒരു ലിസ്റ്റിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യിക്കുന്നു എന്നർത്ഥം. Except end of file error, end of file വരെ, that means from the beginning till the end, all the records are stored in that particular list. REC list is the name given to the list. Then after that, here break is given so that our process is complete and we are coming out. F dot close, so file is closed. Now first process endana? First process is we are inputting the roll number in which we have to correct the marks. Then the marks also we have to give. സാധാരണ മാനുവലി ചെയ്യുന്ന പോലെ നമ്മളിപ്പോൾ ഒരു കുട്ടിയുടെ മാർക്ക് ഒരു ടീച്ചർ എഴുതി അതിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക, ആ കുട്ടിയുടെ പർട്ടിക്കുലർ റോൾ നമ്പർ എടുത്തു, ആ കുട്ടിയുടെ മാർക്ക് എഴുതിയ സ്ഥലത്ത് പോയിട്ട് അവിടെയാണ് കറക്ഷൻ ചെയ്യുക. അത് തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലൂടെ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് വി ഹാവ് ടു എൻറ്റർ ദ റോൾ നമ്പർ എൻ്റർ ചെയ്ത ശേഷം മാർക്സ്. അപ്പൊ ആ മാർക്സ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ആ മാർക്സ് അവിടെ കറക്റ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു എന്നർത്ഥം. അത് കഴിഞ്ഞ് നമ്മളിവിടെ അത് ലോഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അപ്പൻഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൻഡ് ചെയ്യുന്നത് എന്തിനാ? ഓരോ റെക്കോർഡ് ബൈ റെക്കോർഡായിട്ട് ഫുൾ റെക്കോർഡ്സ് ഇതിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് എക്സെപ്റ്റ് എൻഡ് ഓഫ് ഫയൽ ആയാൽ അത് സ്റ്റോപ്പ് ആവും, അല്ലെങ്കിൽ അതുവരെ അത് ചെയ്തുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞാൽ ബ്രേക്ക് ആയി നമ്മൾ പുറത്തേക്ക് വന്നു. അവർ പ്രോസസ് ഈസ് ഡൺ. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കത് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ചേഞ്ചസോട് കൂടിയിട്ടാണ് പുതിയ ലിസ്റ്റ് വരേണ്ടത്. അപ്പൊ ആ പ്രോസസ്സാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. ഫോർ ഐ ഇൻ റേഞ്ച് ലെൻ REC ലിസ്റ്റ്. അപ്പൊ ലിസ്റ്റിന്റെ ലെങ്ത് എത്രയുണ്ടോ അത്രയും വരെ this for loop is working. In that if condition we have given rec list I roll number equal to R. നമ്മൾ എൻട്രി ചെയ്ത റോൾ നമ്പർ നമ്മൾ അവിടെ സെർച്ച് ചെയ്യണു. Then rec list I marks equal to M. അപ്പോൾ ആ പർട്ടിക്കുലർ റോൾ നമ്പർ അവിടെ കണ്ടു. Then we have to make the correction in the marks. F equal to open. How can we do that? In open we are giving write mode. നമുക്ക് റൈറ്റ് മോഡ് വേണം, റൈറ്റിംഗ് ചെയ്താലേ ചേഞ്ച് വരുള്ളൂ. So here we are doing that process. That is, first we have to open the file in write mode. Already we opened it in read mode in order to read. പക്ഷെ ഇവിടെ റൈറ്റ് ചെയ്യാൻ പോവാണ്, മോഡിഫൈ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഫോർ ലൂപ്പ് എഴുതി പിക്കിൾ ഡോട്ട് ഡം എക്സ് കോമ എഫ്. നമ്മളപ്പോൾ ഇവിടെ എക്സ് ഇസ് ദ ലൂപ്പ് വേരിയബിൾ, എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഫയലിന് നമ്മൾ കൊടുത്തിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അത് ഓപ്പൺ ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് അവിടെ അത് ഫുൾ ആയിട്ട് അപ്പോൾ സ്റ്റോർ ആയി. അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യുന്നു. സോ റിമെമ്പർ, if it is a very small data, we can do the things in the same file itself. But suppose we are storing large volume of data. അപ്പോൾ എന്ത് ചെയ്യും? In that thing, what we have to do is, നമ്മൾ മുൻപേ പഠിച്ചിരുന്നു, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, കറക്ഷൻസ് വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഓൾറെഡി ഇതിലുള്ള കറക്ഷൻസ് മുഴുവൻ വേറൊരു ടെമ്പററി ഫയലിലേക്ക് കൊടുത്തിട്ട് അവസാനം എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ടെമ്പററി ഫയലിന് റീനെയിം ചെയ്യുക. ഒറിജിനൽ ഫയലിന്റെ പേര് ടെമ്പററി ഫയലിന് കൊടുത്തിട്ട് നമ്മൾ അതിനെ പെർമനന്റ് ആയിട്ട് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കുറേ അധികം ഡാറ്റയുള്ളപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കറക്ഷൻസ് വരുമ്പോൾ ഈ മെത്തേഡാണ് ഈസി. ഈ മെത്തേഡ് ചെയ്താൽ മതി. സോ ദിസ് ഇസ് ദ വേ ഹൗ we are able to update the records in a binary file. So first thing is we have to open the file in read mode. We have to enter that particular record details in which we have to make the corrections. After that, here we have converted or we have stored it in a list. And then here comes what we have to do. In the list we are using append in order to get all the records till the end of file. After that, here in the for loop, why we use for loop? Because we have so many records. So from the beginning
ടിൽ ദ എൻഡ് എല്ലാ റെക്കോർഡും നമുക്ക് കാണണം. അതിനാണ് ഫോർ ലൂപ്പ് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇഫ് കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്യുന്നു. എന്തിനാണ്? സ്പെസിഫിക് ആയിട്ട് ഏത് റെക്കോർഡാണ് നമുക്ക് വേണ്ടത്, ഏത് റെക്കോർഡിൽ അല്ലെങ്കിൽ ഏത് റോൾ നമ്പറാണ് നമ്മൾ ഇൻപുട്ട് ചെയ്തത്, ആ റോൾ നമ്പറിലാണ് ചേഞ്ച് വരുത്തേണ്ടത്. അപ്പൊ ആ റോൾ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ഇഫ് കണ്ടീഷൻ വെച്ചു. അത് ട്രൂ ആണെങ്കിൽ എന്തുണ്ടാവണോ? തൊട്ട് താഴെ മാർക്സ്, ആ പർട്ടിക്കുലർ മാർക്സ് ആണ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്, കറക്റ്റഡ് മാർക്സ്. ആ മാർക്സ് അവിടേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇഫ് കണ്ടീഷനിൽ നമ്മൾ ചെക്കിങ്, സ്റ്റോറിങ് അല്ല നടക്കണേ, ചെക്കിങ് മാത്രമേ ഉള്ളൂ ഇഫ് കണ്ടീഷനിൽ. ഇനി അത് സ്റ്റോർ ചെയ്യാനായിട്ടാണ് എഫ് ഈക്വൽ ടു ഓപ്പൻ ഡി കോളൻ സ്റ്റുഡന്റ് ഡോട്ട് ഡാറ്റ് WB എന്ന് പറഞ്ഞ റൈറ്റ് മോഡാണ്. ഫോർ ലൂപ്പ് കൊടുത്തു. എന്തിനാണ്? ബിക്കോസ് ദ ഫുൾ ഡീറ്റെയിൽസ്, ഫുൾ ന്യൂ ലിസ്റ്റ് ആണ് ഇനി വരുന്നത്. ഇത്രയും നേരം ഉണ്ടായിരുന്ന ലിസ്റ്റിൽ നമ്മൾ ഒരു റെക്കോർഡോ 2 റെക്കോർഡോ എത്ര മോഡിഫൈ ചെയ്തോ, പുതിയ ലിസ്റ്റ് ആണ് ഇനി നമ്മൾ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫോർ ലൂപ്പ് കൊടുത്തു. ദെൻ വി ഹാവ് പിക്കിൾ ഡോട്ട് ഡംപ്. പിക്കിൾ ഡോട്ട് ഡംപ് എന്താണ്? ഡംപ് ഫംഗ്ഷൻ എന്തിനാ? ടു സ്റ്റോർ. അപ്പൊ അത് സ്റ്റോർ ചെയ്ത ശേഷം we are able to have f dot close. അപ്പൊ ഒരു ഡൗട്ട് തോന്നാം, എന്താണ് x, എന്താണ് f? x എന്ന് പറയുന്നത് നമ്മുടെ ഈ റെക് ലിസ്റ്റിൽ എത്ര റെക്കോർഡ്സ് ഉണ്ട് ആ വേരിയബിൾ ആണ് x എന്ന് പറയുന്നത്. f എന്ന് പറയുന്നത് ഫയലിന്റെ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ആ ഫയൽ ആണ് f എന്ന് പറയുന്നത്.